ദൈവ തിരുനാമം മഹത്വപ്പെടുമാറാവട്ടെ. എല്ലാവർക്കും സന്തോഷമാണോ? 2025 വലിയ നോമ്പിൻ്റെ 23-ാം പ്രഭാതത്തിലാണ് നമ്മൾ എത്തി നിൽക്കുന്നത്. ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രാധാന്യം ഇന്ന് മാർച്ച് 25 മാർച്ച് 25 ഏറ്റവും വലിയ പ്രത്യേകത പരിശുദ്ധ കന്യകാമറിയം മംഗളവാർത്ത കേട്ട് സ്വർഗത്തിലെ കിളിവാതിലുകൾ തുറന്ന് സ്വർഗത്തിലെ മാലാഖ ഭൂമിയിലേക്ക് പറന്ന് താണിറങ്ങി വന്ന് ദൈവത്തിൻ്റെ വലിയ സുവിശേഷം ഗബ്രിയേൽ മാലാഖ വഴി മറിയത്തിൻ്റെ കാതുകളിൽ പതിച്ചപ്പോൾ മറിയം ആ വചനത്തോട് ആമീൻ പറഞ്ഞ് ആ വചനത്തെ തൻ്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ച ദിവസമാണ്. യെശയ്യാ 66:2 മറിയം ആ വചനത്തെ സ്വീകരിക്കാനുള്ള സവിശേഷതകളെല്ലാം അടങ്ങിക്കിടക്കുന്നത്. ആ വചനം നമുക്കൊന്ന് ചേർന്ന് വായിക്കാം. ആത്മാവിൽ എളിമയും അനുതാപവും ഉണ്ടായിരിക്കുകയും എൻ്റെ വചനം ശ്രവിക്കുമ്പോൾ വിറയ്ക്കുകയും ചെയ്യുന്നവനെയാണ് ഞാൻ കടാക്ഷിക്കുക. ആത്മാവിൽ എളിമയുള്ള ഒരു വ്യക്തിത്വമായിരുന്നു കന്യകാമറിയത്തിൻ്റേത്. അതുകൊണ്ടാണ് മംഗളവാർത്ത കേട്ടപ്പോൾ അവൾ പൂർണ്ണമായിട്ടും അതിനെ സ്വീകരിക്കുവാനായിട്ട് അവൾക്ക് സാധിച്ചത്. ഇന്ന് നമ്മൾ വചനം സ്വീകരിക്കുമ്പോൾ ആത്മാവിൽ എളിമയുണ്ടോ? വീണ്ടും ആത്മാവിൽ എളിമ മാത്രമല്ല മറിയത്തിനുണ്ടായിരുന്നത്, ആത്മാവിൽ എളിമയും അനുതാപവും ദൈവഭയവും മറിയത്തിലുണ്ടായിരുന്നു. ഇന്ന് നമുക്ക് വചനം സ്വീകരിക്കുമ്പോൾ, വചനം കേൾക്കുമ്പോൾ ഒരു അനുതാപം രൂപപ്പെടുന്നുണ്ടോ? ആ ഒരു അനുതാപത്തിലേക്ക് വചനം പരിവർത്തനം ചെയ്യുന്നുണ്ടോ? ഹൃദയത്തിൽ അത് സ്വീകരിക്കാൻ പറ്റുന്നുണ്ടോ? വചനം കേൾക്കുമ്പോൾ ഇത് ദൈവവചനമാണെന്നുള്ള ഒരു സ്നേഹത്തിൽ ചാലിച്ച ദൈവഭയം നമ്മളിൽ ഉണ്ടോ? ഇതെല്ലാം ചിന്തിക്കേണ്ട വിഷയമാണ്. ആയതുകൊണ്ട് ഇന്നത്തെ പ്രഭാതത്തിൽ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ മധ്യസ്ഥത വചനം സ്വീകരിക്കുന്ന, വചനം കേൾക്കുന്ന എല്ലാ മകനിലേക്കും മകളിലേക്കും അമ്മയുടെ വിലയേറിയ മധ്യസ്ഥത വഴി നിങ്ങളുടെ കുടുംബങ്ങൾ ഈ വലിയ നോമ്പിൻ്റെ ദിവസങ്ങൾ ഏറ്റവും ശ്രേഷ്ഠമായി തീരാൻ പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥനാപൂർവം പുത്തൂർക്കുടലിൽ ജയ്മോനച്ചൻ.